പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർവേദ ചികിത്സയിൽ 8 തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല. തേക്കടി ജംഗ്ഷനിൽ പുതിയ ബിൽഡിംഗിൽ നവീന സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഡോക്ടർ ജിനു ചെമ്പംകുളത്തിന്റെ നേതൃത്വത്തിൽ സന്ധിവാദം, അസ്ഥിസന്ധി തേയ്മാനം, കാൽമുട്ടുവേദന, നടുവിന് വേദന തുടങ്ങിയവയ്ക്ക് IPOP സൗകര്യങ്ങളോടുകൂടി പഞ്ചകർമ്മ ചികിത്സ, പൊടിക്കിഴി, നവരക്കിഴി, പിഴിച്ചിൽ, ശിരോധാരയും പ്രസവാനന്തര ആരോഗ്യ സൗന്ദര്യവർദ്ധക ചികിത്സകളും സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു. ഒപ്പം വിവിധ കമ്പനികളുടെ ആയുർവേദ സിദ്ധ അങ്ങാടി മരുന്നുകളും ഹോൾസെയിലായും റീറ്റെയിലായും ലഭിക്കുന്നു. ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ, തേക്കടി ജംഗ്ഷൻ, കുമിളി. നെടുങ്കണ്ടം ചാറൽമേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം 2026 ജനുവരി 1, 2, 3 തീയതികളിൽ ക്ഷേത്രം തന്ത്രി ജ്യോതിഷ വചസ്പതി ബ്രഹ്മശ്രീ M. ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുമേനിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, പൊങ്കാല, മുളപ്പയർ ഘോഷയാത്ര, ദേശത്തുടി അവതരിപ്പിക്കുന്ന നാടൻ പാട്ടും. ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും. ദേശത്തിനും ദേശവാസികൾക്കും സർവ്വവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഭഗവത് നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു. മകരവിളക്ക് മഹോത്സവത്തിന് നട തുറന്ന ശേഷം 18-ാം പടി ചവിട്ടിയത് 4 ലക്ഷത്തിനടുത്ത് ഭക്തർ. കഴിഞ്ഞ 2 ദിവസമായി ശബരിമലയിൽ വലിയ തിരക്കാണ് ഉണ്ടാകുന്നത്. കർശന നിയന്ത്രണത്തോടെയാണ് തീർത്ഥാടനം അനുവദിക്കുന്നത്. മകരവിളക്കിന് ശബരിമലയിൽ ശബരീശ നട തുറന്ന ശേഷം 18-ാം പടി കയറി ശബരീശനെ തൊഴുത് പുണ്യം നേടിയത് 4 ലക്ഷത്തോളം ഭക്തരാണ്. കഴിഞ്ഞ 3 ദിവസമായി വലിയ തിരക്കാണ് സന്നിധാനത്തും പരിസരത്തും അനുഭവപ്പെടുന്നത്. നിലയ്ക്കലെത്തുന്ന ഭക്തരെ അവിടെ തന്നെ നിയന്ത്രിച്ചാണ് പമ്പയിലേക്ക് കടത്തിവിടുന്നത്. പമ്പയിലും മരക്കൂട്ടത്തും നിയന്ത്രണമുണ്ട്. ഒരു ദിവസം 1 ലക്ഷത്തിനടുത്ത് ഭക്തരാണ് മല ചവിട്ടുന്നത്. മണിക്കൂറിൽ 4000 അധികം പേരാണ് 18-ാം പടി കയറുന്നത്. ഇന്നലെ വൈകിട്ട് നടന്ന ദീപാരാധന ഇടുക്കി വിഷനിലൂടെ കാണാം. മകരവിളക്കിനോടനുബന്ധിച്ച് KSRTC, മോട്ടോർ വാഹന വകുപ്പ് എന്നിവയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ ഇന്ന് പമ്പയിലെത്തും. വിവിധ വകുപ്പുകൾ മകരവിളക്കിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. മകരവിളക്കിനോടനുബന്ധിച്ച് കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 11 മുതൽ 14 വരെ തീയതികളിൽ ബുക്കിംഗിനും നിയന്ത്രണമുണ്ട്. ഇടുക്കി വിഷൻ ന്യൂസ്, ശബരിമല. പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നെടുങ്കണ്ടം ചാറൽമേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം 2026 ജനുവരി 1, 2, 3 തീയതികളിൽ ക്ഷേത്രം തന്ത്രി ജ്യോതിഷ വചസ്പതി ബ്രഹ്മശ്രീ M. ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുമേനിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, പൊങ്കാല, മുളപ്പയർ ഘോഷയാത്ര, ദേശത്തുടി അവതരിപ്പിക്കുന്ന നാടൻ പാട്ടും. ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും. ദേശത്തിനും ദേശവാസികൾക്കും സർവ്വവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഭഗവത് നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു.
ആയുർവേദ ചികിത്സയിൽ 8 തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല തേക്കടി ജംഗ്ഷനിൽ പുതിയ ബിൽഡിംഗിൽ നവീന സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഡോക്ടർ ജിനു ചെമ്പംകുളത്തിന്റെ നേതൃത്വത്തിൽ സന്ധിവാദം, അസ്ഥിസന്ധി തേയ്മാനം, കാൽമുട്ട് വേദന, നടുവിന് വേദന തുടങ്ങിയവയ്ക്ക് IPOP സൗകര്യങ്ങളോടുകൂടി പഞ്ചകർമ്മ ചികിത്സ, പൊടിക്കിഴി, നവരക്കിഴി, പിഴിച്ചിൽ, ശിരോധാരയും പ്രസവാനന്തര ആരോഗ്യ സൗന്ദര്യവർദ്ധക ചികിത്സകളും സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു. ഒപ്പം വിവിധ കമ്പനികളുടെ ആയുർവേദ സിദ്ധ അങ്ങാടി മരുന്നുകളും ഹോൾസെയിലായും റീറ്റെയിലായും ലഭിക്കുന്നു. ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ, തേക്കടി ജംഗ്ഷൻ, കുമിളി.